ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചാനലിൽ അനധികൃത കുടിയേറ്റ ബോട്ട് മറിഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ടു. ഫ്രാൻസിലെ കാലയ്ക്ക് സമീപം ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ അനധികൃത കുടിയേറ്റ ബോട്ട് മറിഞ്ഞ് 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇവർ കൂട്ടത്തോടെ യാത്ര ചെയ്തിരുന്ന ഒരു റബ്ബർ ബോട്ട് അപകടത്തിൽപ്പെട്ടതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. 70-ലധികം പേരെ കയറ്റിയത് മൂലമുള്ള അമിത ഭാരമാണ് ദുരന്തത്തിന് കാരണമെന്ന് ഫ്രഞ്ച് പോലീസ് പറഞ്ഞു. ആദ്യം മരിച്ചവരിൽ 2 പേർ യുവാക്കളെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. മരിച്ചവർ ഈജിപ്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും നിന്നുള്ളവരായിരിക്കാമെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാലയ്ക്ക് സമീപമുള്ള സാങ്ങാട്ടയിൽ പുലർച്ചെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. 115 പേരുമായി വന്ന മറ്റൊരു ബോട്ടിനെ ഫ്രഞ്ച് നേവി സുരക്ഷിതമായി കരക്കെത്തിച്ചു. ഇത്രയും ആളുകളെ ഒരുമിച്ച് രക്ഷപ്പെടുത്തേണ്ടി വരുന്നത് ഇതാദ്യമായിരിക്കാമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ഗുണവുമില്ലാത്ത UK ഫ്രാൻസ് കുടിയേറ്റ കരാർ. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് അനധികൃത കുടിയേറ്റം കുറയ്ക്കാനുള്ള ഉടമ്പടി നടപ്പിലാക്കിയെങ്കിലും ഫലം കാണുന്നില്ല എന്നതിന് തെളിവാണ് ബോട്ട് അപകടങ്ങൾ. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് അനധികൃത കുടിയേറ്റം കുറയ്ക്കാനുള്ള ഉടമ്പടി നടപ്പിലാക്കിയെങ്കിലും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബ്രിട്ടനിൽ അഭയം തേടി വരുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതോടെ രാഷ്ട്രീയ വിവാദവും രൂക്ഷമായിരിക്കുന്നു. 2025 ഇതുവരെ 30,000-ലധികം പേർ ചെറുബോട്ടുകളിലൂടെ UK-യിൽ എത്തിയതായാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം 50 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 2024 മാത്രം 82 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയതെന്നും ഐക്യരാഷ്ട്രസഭയുടെ കുടിയേറ്റ ഏജൻസി അറിയിച്ചു. പുതിയ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അതിർത്തി സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണവും സർക്കാരിന് തലവേദനയായിട്ടുണ്ട്. സർക്കാരിന്റെ നടപടികൾ പര്യാപ്തമല്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെ ദുരന്തങ്ങൾ തുടരുകയാണ്. ഹെർസോഗിനെതിരെ ലണ്ടനിൽ പ്രതിഷേധം. യുദ്ധക്കുറ്റവാളിയായ ഹെർസോഗിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലണ്ടൻ തെരുവുകളിൽ കനത്ത പ്രതിഷേധം. ഡൗണിംഗ് സ്ട്രീറ്റ് യോഗത്തിൽ ഗസയിൽ നടന്ന മാനുഷിക സഹായത്തെ ചൊല്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും തമ്മിൽ നടന്നത് കടുത്ത സംഭാഷണമെന്ന റിപ്പോർട്ട്. ഖത്തർ മധ്യസ്ഥരല്ല, മറിച്ച് ഹമാസിന്റെ സഖ്യകക്ഷികളാണ് എന്ന് ഐസക് ഹെർസോഗ് ആരോപിച്ചു. ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസ് നേതൃത്വത്തിനെതിരെ നടന്ന ആക്രമണത്തിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയില്ല. ഗസയിലേക്ക് എത്തുന്ന സഹായത്തിന്റെ അളവ് പരിശോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു വസ്തുതാന്വേഷണ ദൗത്യം വാഗ്ദാനം ചെയ്ത ഐസക് ഹെർസോഗ് ഗസബ് ഇപ്പോൾ ക്ഷമാപണമെന്ന വാർത്ത നിഷേധിച്ചു. ഉയർന്ന സിവിലിയൻ മരണസംഖ്യയ്ക്ക് കാരണം ഹമാസ് സ്വീകരണ മുറികളിൽ മിസൈലുകൾ സ്ഥാപിച്ചതാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലക്ഷ്യം നേടാനാകാതെ സമരക്കാർ. ലണ്ടനിൽ RMTയുടെ നേതൃത്വത്തിൽ ട്യൂബ് ജീവനക്കാർ പണിമുടക്കിലാണെങ്കിലും നഗരഭരണകൂടം ചർച്ചകൾക്കായി സന്നദ്ധരാകാത്തതിനാൽ ജീവനക്കാരും ആശങ്കയിലായി. ഒരാഴ്ചത്തെ സമരം കഴിഞ്ഞ് ജീവനക്കാർ ജോലിക്കു കയറട്ടെ എന്ന നിലപാടിലാണ് അധികൃതർ. അതേസമയം RMT പണിമുടക്കുകൾ ഈ ആഴ്ച 3-ാം ദിവസവും ലണ്ടൻ തലസ്ഥാനത്തെ ട്യൂബ് സർവീസിനെ തടസ്സപ്പെടുത്തി. അതേസമയം കൂടുതൽ ജീവനക്കാർ എത്തിയതിനാൽ ബുധനാഴ്ച പരിമിതമായ ട്യൂബ് സർവീസുകൾ പ്രവർത്തിച്ചു. സെൻട്രൽ നോർത്തേൺ ഡിസ്ട്രിക്ട് ലൈനുകളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ചില സർവീസുകൾ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഭാഗികമായി പ്രവർത്തിച്ചു. RMT ഇപ്പോൾ കുറഞ്ഞ പ്രവൃത്തി ആഴ്ചയ്ക്കായി ലണ്ടൻ മേയർ സാദിഖ് ഖാനുമായി ചർച്ചയ്ക്ക് സാധ്യത തേടുകയാണ്. UK ലൈഫ് സയൻസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. US മരുന്ന് നിർമ്മാതാക്കളായ മെർക്ക് ലണ്ടനിലെ £1 ബില്യൺ ഗവേഷണ കേന്ദ്രം നിർത്തലാക്കുകയും ഈ വർഷം തലസ്ഥാനത്ത് 125 ശാസ്ത്രജ്ഞരെ പിരിച്ചുവിടുകയും ചെയ്തു. കെയർ സ്റ്റാർമറുടെ സർക്കാർ UK സമ്പദ് വ്യവസ്ഥയുടെ കിരീട രത്നങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ച ലൈഫ് സയൻസസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണിത്. സെന്റ് പാൻക്രാസ്, കിങ്സ് ക്രോസ് സ്റ്റേഷനുകൾക്ക് എതിർവശത്തുള്ള വേൽഗ്രോ ഹൌസ് സെന്ററിൽ UK ഡിസ്കവറി സെന്റർ എന്ന് വിളിക്കപ്പെടുന്ന നിർമ്മാണ ഘട്ടത്തിലായിരുന്ന പുതിയ ലാബ് ഇതിനകം 2 വർഷത്തിനുള്ളിൽ തുറക്കാൻ പദ്ധതിയിട്ടിരുന്നു. 180 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഏകദേശം 800 പേരെ ഇവിടെ നിയമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ എടുത്തവർക്ക് പണി വരുന്നു. കുറഞ്ഞ നിരക്കിലുള്ള ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ UK-യിലെ ഇടത്തരം കുടുംബങ്ങൾക്ക് പണി നൽകാൻ ഒരുങ്ങുന്നു. 5 വർഷം മുൻപ് ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ എടുത്ത 3.5 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വരുന്ന ശൈത്യകാലത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത് മാസത്തവണയിലുള്ള വൻ കുതിപ്പായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഫിക്സഡ് ഡീലിന്റെ കാലാവധി തീരുന്നതോടെ അത് പുതുക്കേണ്ട സമയമായിരുന്നു. 2020 5 വർഷ ഫിക്സഡ് റേറ്റ് ഡീലിന്റെ ശരാശരി നിരക്ക് 1.88% ഇന്ന് അത് 5%. അതായത് 2 ലക്ഷം പൗണ്ട് വായ്പയുടെ മാസത്തവണ 333 പൗണ്ടിൽ നിന്നും 1169 പൗണ്ടായി ഉയരും. കൂടുതൽ തുകകൾ വായ്പയായി ഉള്ളവർക്ക് മാസത്തവണയിൽ കൂടുതൽ വർധനവ് അനുഭവപ്പെടും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഗൃഹവിപണി ഉഷാറായ 2020 ഒക്ടോബറിനും 2023 ഫെബ്രുവരിക്കും ഇടയിൽ എടുത്ത മോർഗേജുകളിൽ പകുതിയോളവും 5 വർഷ ഫിക്സഡ് റേറ്റ് ഡീലുകളാണ് എന്ന് ബിൽ മാനേജ്മെന്റ് ആപ്പ് നൗസിന്റെ കണ്ടെത്തൽ. കുട്ടികളെ കയറ്റാതെ എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ്. അത്യാഡംബര സൗകര്യങ്ങളുള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ യാത്ര ചെയ്യാൻ നിബന്ധനകൾ കടുപ്പിച്ച് എമിറേറ്റ്സ്. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഓഗസ്റ്റ് 15-ന് 8-ഓ അതിൽ താഴെയോ പ്രായമായ കുട്ടികൾക്ക് ഇനി മുതൽ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറക്കാൻ മൈൽസ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റിൽ കഴിയില്ല.
എയർലൈൻസിൽ നിന്നും സുപ്രധാനമായ അറിയിപ്പുകളൊന്നുമില്ലാതെ തന്നെ ഈ മാസം മുതലാണ് പുതിയ നയം നിലവിൽ വന്നത് എന്ന് വൺ മെയിൽ അറ്റ് എ ടൈം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രീമിയം ക്യാബിനുകളിലേക്ക് പ്രവേശനം നിയന്ത്രിക്കാനായി ഈ വർഷം എമിറേറ്റ്സ് എടുത്ത ഒരു കൂട്ടം നടപടികളിൽ ഏറ്റവും അവസാനത്തേതാണ്. ഈ വർഷം ആദ്യം ഫസ്റ്റ് ക്ലാസ് റിഡംഷൻ പ്ലാറ്റിനം, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സ്റ്റാറ്റസ് ഉള്ള സ്കൈവാർഡ് അംഗങ്ങൾക്ക് മാത്രമായി എമിറേറ്റ്സ് പരിമിതപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇടയ്ക്കൊക്കെ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ആഡംബരപൂർണമായ യാത്രാനുഭവത്തിന് ടിക്കറ്റ് തുക പൂർണ്ണമായും നൽകേണ്ടി വരും. സ്ഥിരമായി എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് എമിറേറ്റ്സിന് തിരിച്ചടിയും നേരിടുന്നുണ്ട്. കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ അനുവദിച്ചില്ല എങ്കിൽ എമിറേറ്റ്സിന്റെ സേവനം വേണ്ടെന്ന് പറയുന്നവരും നിരവധിയാണ്. ഹിച്ചൻ ടൗൺ ഫുട്ബോൾ ക്ലബിൽ അപകടം. ഹിച്ചൻ ടൗൺ ഫുട്ബോൾ ക്ലബിന്റെ കാർ പാർക്കിൽ അപകടത്തിൽ 2 പേർ മരണമടഞ്ഞു. നോർത്ത് ഹേർഡ് ഫോർട്ട്ഷെയറിലെ ഫിഷ് പോണ്ട് റോഡിലുള്ള സ്റ്റേഡിയത്തിനടുത്ത് ഒരു ലോറിയിൽ നിന്നും ഗ്ലാസ് പാനലുകൾ ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. പാരാമെഡിക്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുകയായിരുന്നു. നിസ്സാര പരിക്കുകൾ പറ്റിയ മറ്റൊരാൾ ചികിത്സയിലാണ്. തങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് ഒരു കണ്ടെയ്നർ അയച്ചിരുന്നതായി മാർട്ടല്ലോ എന്ന കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൾഷിമേഴ്സ് കണ്ടുപിടിക്കാൻ ചെലവ് കുറഞ്ഞ രോഗപരിശോധന. NHSന്റെ രോഗപരിശോധനകളിൽ വരുത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഭാഗമായി ബ്രിട്ടനിലെ ആയിരക്കണക്കിന് മുതിർന്നവർക്ക് അൾഷിമേഴ്സിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനുള്ള ചെലവ് കുറഞ്ഞ രോഗപരിശോധന ലഭ്യമാക്കും. ഡിമെൻഷ്യയുമായി ബന്ധപ്പെട്ട പ്രോട്ടീനുകളുടെ സാന്നിധ്യം രക്തത്തിലുണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നുള്ള ഗവേഷകർ ഏറെ പ്രാധാന്യമുള്ള ഈ പരീക്ഷണത്തിന് സജ്ജരായി കഴിഞ്ഞു. നിലവിൽ അൾഷിമേഴ്സ് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, മസ്തിഷ്കത്തിന്റെ സ്കാനിംഗ്, ലുംബാർ പങ്ക്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതീവ പ്രധാനമായ ഈ രക്തപരിശോധന ഡിമെൻഷ്യ കണ്ടെത്തുന്നത് വേഗത്തിലാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വളരെ നേരത്തെ തന്നെ ചികിത്സ നൽകാൻ കഴിയും. WMCയുടെ ഓണാഘോഷം ആഗോള സൂം മീറ്റിംഗ്. 2025 ഓണാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ആതിഥേയത്വം വഹിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ 23ാമത് സമ്മേളനം സെപ്റ്റംബർ 27 നടക്കും. ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികൾക്കായി സംഘടിപ്പിക്കുന്ന ആഗോള സൂം മീറ്റിംഗ് കേരള റവന്യൂ ഭവന മന്ത്രി കെ രാജൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ആനന്ദ് TV യൂറോപ്പ്, ഏഷ്യാൻ TV UK മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ, സാമൂഹിക ഉത്തരവാദിത്ത അവാർഡ് ജേതാവ് റോയ് ജോസഫ് മാൻവട്ടം എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. UK സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിപാടി. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി എം പടയാറ്റിൽ, ചെയർമാൻ ജോളി തടത്തിൽ, ജനറൽ സെക്രട്ടറി ബാബു തോട്ടപ്പിള്ളി, ട്രഷറർ ഷൈബു തോമസ്, WMC ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി തുടങ്ങിയവർ സൂം മീറ്റിംഗിലൂടെ ഒത്തുചേരും. സമീക്ഷ ഓൾ UK ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഒരുക്കം തുടങ്ങി. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 3ാമത് ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിജയകരമായി നടത്തുന്നതിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർപേഴ്സണായി രാജി രാജൻ, ജനറൽ കൺവീനറായി ഉണ്ണികൃഷ്ണൻ ബാലൻ, കൺവീനർ ബൈജു നാരായണൻ, എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി എന്നിവരടങ്ങുന്നതാകും സ്വാഗത സംഘം. കൂടാതെ ഫിനാൻസ്, റിസപ്ഷൻ, ഫുഡ്, മീഡിയ, പബ്ലിസിറ്റി, പ്രോഗ്രാം, ഹെൽത്ത്, സേഫ്റ്റി എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികൾ അടങ്ങുന്ന സ്വാഗത സംഘം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. യൂണിറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് ഫിനാലെ നവംബർ 9, 2025 ഷെഫീൽഡിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ക്യാമ്പസിൽ ആയിരിക്കും നടക്കുന്നത്. ഇത്തവണ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 750 ബാഡ്മിന്റൺ പ്രേമികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് സ്വാഗത സംഘം ലക്ഷ്യം വെക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബാഡ്മിന്റൺ താരങ്ങൾക്ക് പ്രോത്സാഹനവും പ്രസക്തിയും നൽകുന്ന വിധത്തിലുള്ള വ്യത്യസ്ത പ്രചരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ടൂർണമെന്റിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.29 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.23 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.19 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.59 ഇന്ത്യൻ രൂപ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.